നമ്മളിപ്പോൾ ജാലിയൻ വാലാബാഗ് കാണാനാ പോകുന്നില്ല. ഒരു ഓട്ടോയിൽ 11 ആളാണ് ഒരു ഓട്ടോയിൽ. പറഞ്ഞ വിശ്വസിക്കൂല. ഇതാ നല്ല ആൾക്കാരാണ്. നമ്മളെ നാട്ടിൽ 3 ആളല്ലേ എടുത്ത്, ഇത് 11 പേരാണ് പിന്നെ ഈ ഓട്ടോയിലുള്ളത്. ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ അടിയും പിടിയും പിന്നെ കുത്തി നിറയ്ക്കാനൊക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും രസം അതാണ്. നമ്മൾ ഓട്ടോയിൽ കയറുമ്പോൾ മുമ്പിലൊരു സീറ്റിൽ മുമ്പിൽ ഡ്രൈവറെ എടുത്ത് അപ്പുറം ഇപ്പുറം ആള്, ബാക്കിൽ പിന്നെ 3 ആള്, അപ്പുറം മുഖത്തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 3 ആളിരിക്കും. അതിന്റെ ബാക്കിൽ നമുക്ക് ഡിക്കി നിലപറ സ്ഥലത്ത് 3 ആളിരിക്കും. അല്ലാതെ 3 ആൾക്കാരുണ്ട്. നമുക്ക് ഇതൊറ്റ ബാക്കിലാണ് ഇരിക്കുന്ന ആൾക്കാർ. ഇതാണ് ഇവിടുത്തെ നല്ല കാഴ്ചകൾ. ഓക്കെ, നമ്മൾ നേരെ ജാലിയൻ വാലാബാഗിലേക്ക്. നമ്മളിപ്പോൾ പോകുന്നത് ജാലിയൻ വാലാബാഗ്. ഇതാ ഇവിടെയാണ്. ഇതാണ് സംഭവം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ 2 സൈഡിലേക്ക് കൂടി നല്ല ഹിന്ദുസ്ഥാനി സംഗീതങ്ങളൊക്കെ ആലപിക്കുന്നുണ്ട്. ഇതാ ഒരു എമ്പളം കണ്ടോ? ഇതാണ് ഇവിടെയുള്ളൊരു സർക്കിളാണിത്. ജാലിയൻ വാലാബാഗിന്റെ സ്ഥലത്തുള്ള ഒരു സർക്കിൾ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലത്തിന്റെ എൻട്രി. അകത്തേക്ക് കിടക്കാൻ പോകുന്നു. ജാലിയൻ വാലാബാഗിന്റെ എൻട്രൻസിലേക്ക് നമ്മളെ നാരോ റോഡിലൂടെ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് 2 സൈഡിലുള്ള പിക്ചേഴ്സ് ഉണ്ട്. എൻ്റെ ആ പിക്ചേഴ്സ് പറഞ്ഞാൽ ജീവനുള്ളത് പോലത്തെ പിക്ചേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് മിസ്സിങ്. പക്ഷെ അവിടെ നിന്ന് എല്ലാവരും തിരക്കൂട്ടി ഇങ്ങോട്ടേക്ക് കയറാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോ ഫ്രീക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളിയാണ്. ജീവനുള്ളത് കുട്ടികൾ കയ്യിൽ, കുട്ടികൾ തോളിലെല്ലായിട്ട് ഒരു കാണേണ്ട പിക്ചേഴ്സാണ്. എപ്പോഴെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വന്ന് കാണണം. കണ്ടോ, തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ഇതിനെപ്പറ്റി വിശദീകരണമാണ് ഈ ഒരു തിയേറ്ററിൻ്റെ അകത്ത്. ആൾക്കാരൊക്കെ ഇരുന്നത് കണ്ടോ. ഈ മൂവിയിൽ കാണിക്കുന്നത് അവിടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്ന സംഭവമാണിത്. ഇവിടെയുള്ള കൃഷിക്കാരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ഇവർ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണികളാണ്. അപ്പോൾ ഇതാണ് ഈ വീഡിയോസിൽ മുഴുവൻ കാണിക്കുന്നത്. ഒരുപാട് പേര് ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ട ആൾക്കാരുമുണ്ട്. ബന്ധുക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് പേര്. ഒരു അമ്മയെ നഷ്ടപ്പെട്ട മകൻ കരയുന്നതാണ് നിങ്ങളവിടെ കണ്ടത്. അത് അത്രയും ക്രൂരമായ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ കൊന്നിട്ട് കൊന്നയാൾ പിന്നെ ഏതോ രാജ്യത്തേക്ക് ലണ്ടനിലോ മറ്റോ പോയിട്ട് ഇവിടെയുള്ള ആൾ അവനെ കൊല്ലാൻ വേണ്ടി ആ രാജ്യത്തേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് അവനെ കൊന്നിട്ട് അയാൾ അവിടുത്തെ ജയിലിലായി. എന്നിട്ട് അയാളെ തൂക്കി കൊന്നിട്ട് അതിൻ്റെ ചിതാഭസ്മം നമുക്ക് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ അത് നമ്മൾ കാണിക്കും കേട്ടോ. ഓക്കെ, let us offer our homage with respect, dignity and sanctity. Standing on the soil of Jallianwala Bagh, a Bagh that will always infuse nationalism for future. ഈ കാണുന്നത് ഇവര് ജാലിയൻ വാലാബാഗിന്റെ ആൾക്കാർ വെടിയുതിർത്തിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളും അതുപോലെ അവരവിടെ സൂക്ഷിച്ചു വെച്ചതാണ്. പുതിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. കണ്ടോ, ഇതൊക്കെ കണ്ടതാ ഇതിന്റെ ഭാഗങ്ങളാണിത്. ഇതെല്ലാം തകർത്തതാണ്. അതിലെല്ലാം ഇവിടെ വിവരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. കേട്ടോ, ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് നടന്നതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഹിന്ദി അറിയില്ല. ഇത് എന്താണെന്നറിയില്ല. ഇതൊരു കാർട്ടൂൺ പോലെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പ്ലെയിനായിട്ടൊരു സംഭവം കൊണ്ട് കണ്ടോ എല്ലാം അയച്ചിട്ട് ആ കൈ കൊണ്ട് അവർ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ടേബിളിൻ്റെ മേലെ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കേട്ടോ, അപ്പോൾ ജാലിയൻ വാലാബാഗിൻ്റെ ഉള്ളിലുള്ള പാർക്കാണിത്. അതൊരു പാർക്ക് പോലെയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. കണ്ടോ, നല്ല പച്ചപ്പായിട്ടുള്ള പാർക്കാണിത്. കുറച്ച് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇതിന് ചുറ്റും. അവിടെ അടക്കം ചെയ്ത ആൾക്കാരെല്ലാം കുറച്ച് അങ്ങോട്ട് കാണിക്കും കേട്ടോ.